എന്ന് പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ചിലർ. മതതീവ്രവാദം എന്നാൽ മതവിശ്വാസമേ അല്ല. ലോകത്തിലെ ഒരു മതതീവ്രവാദിയും മതവിശ്വാസിയല്ല. ലോകത്തിലെ ഒരു മതവിശ്വാസിക്കും അരമിനിട്ട് പോലും മതതീവ്രവാദത്തിലേക്ക് എത്തി നോക്കാൻ കഴിയുകയുമില്ല. 100 കണക്കിന് ഉദാഹരണം പറയാൻ കഴിയും. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിന്റെ നാളുകളിൽ 10,000-ങ്ങൾക്ക് പട്ടിണിയും പട്ടടയും സമ്മാനിച്ച് മാപ്പിളമാരുടെ പേര് പറഞ്ഞ് രാജ്യം വാങ്ങിപ്പോയവനാണ് മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം മുസൽമാനായിരുന്നോ? അല്ല. ജന്മം കൊണ്ടാണ് കേട്ടോ. പാപ്പയ്ക്ക് ഉമ്മയ്ക്കാ ജനിച്ചത്. നാമം കൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന എന്നാണ് പേര്. ജന്മം കൊണ്ടും നാമം കൊണ്ടുമല്ലാതെ കർമ്മം കൊണ്ട് കഴഞ്ചു പോലും ജിന്ന മുസൽമാനായിരുന്നില്ല. 5 നേരം നിസ്കരിക്കൽ മുസൽമാന് നിർബന്ധമാണ്. ഞാൻ എന്റെ ഭാഷയെ പറയാറുണ്ട്. വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നപ്പോൾ പോലും മുമ്പര പണിക്ക് വെങ്കട്ടിട്ടില്ല. ഒരിക്കലും നിസ്കരിച്ചിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. 10 കിലോയുള്ള ഹേമർ എടുത്ത് പിന്നാമ്പുറത്ത് ആഞ്ഞടിച്ചാൽ പോലും തല പടിഞ്ഞാച്ച് തിരിയരുതേ എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു മുഹമ്മദ് അലി ജിന്നക്ക്. അറിയാതെ പടിഞ്ഞാച്ച് കുമ്പിട്ട് പോയാൽ മക്കത്തെ കയറ് നോക്കി സുജൂദൊന്നായി പോവുമല്ലോ. അതുകൊണ്ട് ജമ്മത്ത് നിസ്കരിച്ചിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. പന്നിയിറച്ചി തിന്നുക എന്നത് മുസൽമാൻ നിർബന്ധമായി നിഷേധിക്കപ്പെട്ടതാണ്. ഷിർക്കിന്റെ പട്ടികയിലാണ് പന്നിയിറച്ചി തിന്നുന്നതിനെ പെടുത്തിയിരിക്കുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഹറാമിനേക്കാൾ കടുത്ത കുറ്റം, തൗബ കൊണ്ട് പോലും തിരുത്താൻ കഴിയാത്ത തെറ്റ്. തൗബ എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റൊക്കെ മുസ്ലിം മതവിശ്വാസി ചെയ്തു പോയാൽ പടച്ച റബ്ബേ മാപ്പാക്കി തരണമേ, എന്നെ ജഹന്നത്തിലേക്കല്ല സ്വർഗ്ഗത്തിലേക്ക് തന്നെ പൊക്കണമേ എന്ന് പടച്ച തമ്പുരാനോട് നിരുപാധികം നിരാക്ഷേപം നിബന്ധനകളൊന്നുമില്ലാതെ സത്യസന്ധമായി മനമുരുകി ഒരു മുസൽമാൻ പടച്ചവനിങ്കലേക്ക് നടത്തുന്ന പ്രാർത്ഥനയുടെ പേരാണ് പശ്ചാത്താപ പ്രാർത്ഥന, തൗബ. പ്രായച്ചിത്ത പ്രാർത്ഥന, തൗബ. അതുകൊണ്ട് ചിലതൊക്കെ പഞ്ചായത്താക്കും. പക്ഷെ ഷിർക്കിന്റെ പട്ടികയിൽപ്പെട്ട കുരുത്തക്കേട് നടത്തിയാൽ പടച്ചോമ്പാത്ത് മാപ്പാക്കൽ ഉണ്ടാവില്ല. ആ പട്ടികയിൽപ്പെട്ടതാണ് പന്നിയിറച്ചി തിന്നൽ. മുഹമ്മദ് അലി ജിന്ന വയറു നിറച്ചും പന്നിയിറച്ചി തിന്നുമായിരുന്നു. സകല തിന്മകളുടെയും മാതാവാണ് മദ്യം, വ്യഭിചനമാണ്. കള്ളുടിക്കാൻ പാടില്ല എന്നാ മലയാളം, മദ്യം കഴിക്കരുതെന്ന പച്ച മലയാളം. പക്ഷെ പള്ളറച്ചും കള്ളുടിക്കുമായിരുന്നു മുഹമ്മദ് അലി ജിന്ന. മങ്കുരുമി മുതൽ മുന്തിയ ബ്രാൻഡ് വരെ. നമ്മുടെ നാട്ടിൽ SDPI-ക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന മുദ്രാവാക്യം പുറമേയില്ലേ? സ്വസമുദായത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുന്നതാണ് അള്ളാവിങ്കൽ അഭികാമ്യം. എങ്ങനെ? സ്വസമുദായത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുന്നതാണ് അള്ളാവിങ്കൽ അഭികാമ്യം. അവനവന്റെ മതത്തിൽ നിന്ന് പെണ്ണ് കെട്ടുന്നതാണ് പടച്ചോൻ ഇഷ്ടം എന്നാ മലയാളം. അങ്ങനെ ഒരു ഇസ്ലാമിക വചനം ഉണ്ട്, സത്യമാണ്. പക്ഷെ ഇവന്റെ ഭാഗം ഒന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ കെട്ടാത്ത പോലെ വെട്ടിക്കോളാൻ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവന്റെ വിറ്റിങ്ങ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അഭികാമ്യം എന്നാ പറഞ്ഞത്. PSC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ല നിങ്ങൾ? LD ക്ലർക്ക് ആവാൻ SSLC പാസ്സാവണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം. ഉണ്ടെങ്കിൽ നന്ന്, ഇല്ലാഞ്ഞിട്ട് അപേക്ഷിക്കാതെ കെട്ടാന്ന്. മനസ്സിലായോ? അബൂബക്കറിന്റെ മോൻ അഷ്റഫ്, അബ്ദുറഹിമാന്റെ മോൾ ആയിഷനെ തന്നെ കെട്ടുന്നതാണ് നല്ലത്. അഥവാ കുടുങ്ങിപ്പോയാൽ അരവിന്ദാക്ഷന്റെ മോൾ ആതിരനെ കെട്ടിയാലും കുഴപ്പമില്ല എന്നാ. മനസ്സിലായോ? പക്ഷെ NDF-കാർ പറയുന്നത്, PFI-ക്കാർ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നത് അനനുവദനീയവും തൗഹീദിനെതിരും അനിസ്ലാമികവുമാകയാൽ അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കും അവരെ. ആയിക്കോട്ടെ, ഇസ്ലാമിക തീവ്രവാദികളോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. അത് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അന്യ മതത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള വിശദാംശങ്ങൾ ഞങ്ങൾ പോകുന്നില്ല. അതൊക്കെ ഓരോ മതവിശ്വാസികളും വെച്ച് പുലർത്തട്ടെ. ഞങ്ങളുടെ ചോദ്യം CPM-ന്റെ ചോദ്യം NDF-നോടാണ്, SDPI-യോടാണ്, ഇസ്ലാമിക തീവ്രവാദികളോടാണ്. അന്യമതത്തിൽ നിന്നുള്ള കല്യാണം കഴിക്കൽ, പരമതത്തിൽ നിന്നുള്ള ഇതര മതത്തിൽ നിന്നുള്ള ഇട തേടൽ അനിസ്ലാമികമാണെങ്കിൽ ജിന്ന മുസൽമാനാകുമോ? ഇല്ല. ജിന്നന്റെ ബീവിന്റെ പേരെന്താ? ആയിഷ അല്ല, ഖദീജ അല്ല, റൂട്ടിയ, ലത്തീഫായി. അങ്ങനെ ഏതാ മതം? പാർസി. ബാപ്പന്റെ പേരെന്താ? ബാപ്പയല്ല, അച്ഛന, ദിൻഷാ പെറ്റിറ്റ്. ദിൻഷാ പെറ്റിറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ അക്കാലത്തെ കോടീശ്വരനായ കച്ചവട പ്രമാണിയായ പാർസി നേതാവിന്റെ മകളെയാണ് ജിന്ന കല്യാണം കഴിച്ചത്. കല്യാണം കഴിക്കുമ്പോൾ ജിന്നയ്ക്ക് 40 വയസ്സുണ്ട്, റൂട്ടിയക്ക് 14 വയസ്സാണ്. 26 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതൊന്നും കുഴപ്പമാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാല് ശശി തരൂര് സുനന്ദ പുഷ്കറിനെ കല്യാണം കഴിക്കുമ്പോൾ പപ്പടം വിളമ്പിയത് മൂപ്പരെ മൂത്ത മോനാണ്. 23 വയസ്സാണ്. ഒരു ഉറപ്പും മാനം ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർ മാനത്തിനനുസരിച്ച് കഴിച്ചോട്ടെ. ഈ സുധാകരന്റെ നേതാവാണ് ശശി തരൂർ. പറഞ്ഞു വന്നത്, 14 വയസ്സുകാരിയായ ഊട്ടിയയെ 40-ാമത്തെ വയസ്സിൽ ജിന്ന കല്യാണം കഴിക്കുന്നു. അദ്ദേഹം മോശമായിട്ടല്ലോ. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ 1ാം ഭാര്യ രക്താർബുദത്തെ തുടർന്ന് മരിച്ചതുകൊണ്ടാണ്.